ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രോക്ക്. എങ്ങനെ ഒരു സ്ട്രോക്ക് വന്ന ഒരാളെ നമ്മൾ തിരിച്ചറിയും, അങ്ങനെ അവർക്ക് സ്ട്രോക്ക് ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് നമ്മൾ ചെയ്ത് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് സ്ട്രോക്ക് ഓർ പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലോട്ടുള്ള ബ്ലഡിൻ്റെ രക്തയോട്ടം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നമ്മുടെ ബ്ലഡിൽ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് വന്നാൽ നമുക്ക് സ്ട്രോക്ക് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടായാൽ, തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടായാൽ നമുക്ക് സ്ട്രോക്ക് വരാം. ഇങ്ങനെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് സ്ട്രോക്ക് ഉണ്ടാവൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ടൈമിൽ അത് കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ സ്ട്രോക്ക് വരുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇന്ന് നമ്മൾ അതേക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രോക്ക് വരുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എങ്ങനെ അയാളെ തിരിച്ചറിയും? ഇപ്പോൾ അയാൾക്ക് വരുന്നത് സ്ട്രോക്കാണ്, അയാൾക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കടുത്ത തലവേദന നമുക്ക് അനുഭവപ്പെടും, മാനസിക വിഭ്രാന്തി ഉണ്ടാവും, പരസ്പര വിരുദ്ധമായി നമ്മൾ സംസാരിക്കും, അതേപോലെ തന്നെ നമ്മൾ ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനെ ശരീരം അല്ലെങ്കിൽ മുഖം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കോടിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ലക്ഷണം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് കാണരുത്, എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. ഈ സ്ട്രോക്ക് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മളൊരു ബി ഫാസ്റ്റ്, അതായത് വേഗം എന്നൊരു വേർഡ് വെച്ച് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഈ ഒരു വേർഡ് എപ്പോഴും ഓർത്ത് വെക്കണം. ബി ഫാസ്റ്റ്, BEFAST. ഈ സ്പെല്ലിങ്ങുകൾ, ഈ വേർഡ് നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ, ഇങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ നമ്മൾ പൊതുവഴിയിൽ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും കാണണമെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ഇതിലേതെങ്കിലും ഒരു ലക്ഷണം കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം അപ്പം നമുക്ക് ബി ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് സ്ട്രോക്ക് വന്നാൽ ബി ഫാസ്റ്റ്, അത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ബി ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ്, ശരീരത്തിൻ്റെ ബാലൻസാണ് ബി. അതായത് നമുക്ക് സ്ട്രോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം തളർന്നു പോകുന്നത് പോലെ, നമുക്ക് തല കറങ്ങുന്നത് പോലെ, ബെഡിൽ നിന്ന് നമുക്ക് എണീക്കാൻ കഴിയാത്ത പോലെയൊക്കെ തോന്നും. അങ്ങനെ ഒരു ലക്ഷണം നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാവാം. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് ഇ എന്ന് പറഞ്ഞാൽ ഐസ്, നമ്മുടെ കണ്ണുകൾ. നമുക്ക് എന്തെങ്കിലും നോക്കുന്ന സമയത്ത് രണ്ടായിട്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലായിട്ടോ കാണുകയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാവാം. എത്രയും പെട്ടെന്ന് നമ്മളവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. വേർഡാണ് ഫേസ്. എഫ് മീൻസ് ഫേസ്. ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം. ഇങ്ങനെ നമുക്ക് സ്ട്രോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം ഒരു ഭാഗത്തേക്ക് കോടിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നാം. ചെറിയ തോതിലാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ എങ്കിലും അവരോട് ചിരിക്കാൻ പറയുക. അങ്ങനെ അവരോട് ചിരിക്കാൻ പറയുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ അവരുടെ മുഖം അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഏതെങ്കിലും ഭാഗം ഏതെങ്കിലും ഒരു വശത്തേക്ക് കോടി പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അടുത്ത വേർഡാണ് എ എന്ന് പറഞ്ഞാൽ ആംസ്, കൈകൾ. അപ്പോൾ ഈ സ്ട്രോക്ക് വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുക അല്ലെങ്കിൽ തളർച്ച അനുഭവപ്പെടുക നമ്മുടെ കൈകൾക്കാണ്. അപ്പോൾ കൈകൾ നമുക്ക് തീരെ ചലിക്കാൻ പറ്റാത്ത പോലെ, തളരുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരോട് രണ്ട് കൈ മേലോട്ട് പൊക്കാൻ പറയാം. അപ്പോൾ നമുക്ക് കാണാം അവർക്ക് പൊക്കാൻ സാധിക്കില്ല, ഒരു കൈ തനിയെ താഴേക്ക് വീഴുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. എത്രയും പെട്ടെന്ന് അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ. വേർഡാണ് സ്പീച്ച്. അതായത് സ്ട്രോക്ക് വരുന്ന ആൾക്ക് പെട്ടെന്ന് അവരുടെ സംസാരം വ്യക്തമല്ലാതാവും, അവർ ക്ലാരിറ്റി കുറവ് വരും. കുഞ്ഞു കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾ സംസാരിക്കുന്നത് പോലെ നമുക്ക് ക്ലിയർ അല്ലാത്തൊരു, വ്യക്തമല്ലാത്തൊരു സംസാരമായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ അവരോട് പറയുക, ഒന്നും കൂടെ സംസാരിക്കാൻ പറയുക, അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് ആ ക്ലാരിറ്റി വല്ലാതെ കുറഞ്ഞു വരുന്ന പോലെ, നമുക്ക് വ്യക്തമല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. എത്രയും പെട്ടെന്ന് അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ. ആണ് ടി എന്ന് പറഞ്ഞാൽ ടൈം. സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് അവർ, അതായത് സ്ട്രോക്ക് വന്ന 1 മണിക്കൂർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗോൾഡൻ അവറാണ്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അവർക്ക് ചികിത്സ എത്തിക്കണം.
അതായത് എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം CT സ്കാൻ എടുക്കുക. CT സ്കാൻ എടുത്താൽ നമുക്ക് മനസ്സിലാവും തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ക്ലോട്ട് എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ആ ക്ലോട്ട് നീക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക. ഇനി CT സ്കാൻ ചെയ്ത് ക്ലിയർ അല്ലെങ്കിൽ MRI എടുക്കുക. അപ്പോൾ നമുക്കൊന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ക്ലോട്ട് എന്നുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ക്ലോട്ട് മാറ്റി അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. നമ്മളിനി എത്ര ടൈം വൈകിയിട്ടാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഭാഗം തളർന്നു പോവാനോ അതേപോലെ തന്നെ അവർ പാരലൈസ് ആവാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നോ അതനുസരിച്ച് അവരുടെ റിക്കവറി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും.